15 കൊല്ലം ഒരു പഹയം നിൽക്കില്ല. 5 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ജുമഅക്ക് പോയില്ല, പോന്നേല്ല, പെണ്ണും കിട്ടിയില്ല. 30 വയസ്സായി. പരക്കാരും വിട്ടു. പള്ളിയിൽ ഉസ്താദ് പല വിധത്തിൽ ചെയ്തു നോക്കി, സംസാരിച്ചു നോക്കി, ഒരു തെറാപ്പിയും നടക്കുന്നില്ല. അതുപോലെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, കൊല്ല, മെലിപ്പിക്കുക, ബാക്കി യാത് സൈക്കോ തെറാപ്പിയും എല്ലാ തെറാപ്പിയും ചെയ്ത് നോക്കി, കീമോതെറാപ്പി മാത്രം ബാക്കി വെച്ചു. ഒരു ശരിയാകുന്നില്ല. ഒരു ഓന്റെ പെങ്ങളെ ജാബിർ എന്ന പേര് തലക്കാലത്തേക്ക് അങ്ങനെ പേരിടാം. ഓന്റെ പെങ്ങളെ കല്യാണത്തിന് കുടുംബത്തിൽപ്പെട്ട ഒരു പാത്തിത്താത്ത, ഈ പാത്തു എന്നാ വിളിക്കുക, ഇത്താത്ത കുടുംബം പാത്തിത്താത്ത എന്നാക്കാം അല്ലെ. പാത്തിത്താത്ത പുഴയിൽ വന്നിട്ട് നേരത്തെ അറിയാം ജാബിർ നിൽക്കരിക്കില്ല എന്നറിയാം. ജാബിറെ അടുത്ത് വിളിച്ചു. കല്യാണത്തിന്റെ ഉച്ച നേരത്തിലെ ചോറ് വയ്ക്കുക. ഒരു 10 മണിക്ക് ഇവനെയും കൂട്ടിയിട്ട് ഇരുന്നിട്ട് അല്ല ജാബിറെ, പാത്തിത്താത്ത പറയുന്നതിന് മുമ്പ് എന്നെ കരയാൻ തുടങ്ങി. നിന്നെ ഇതുവരെ നിസ്കരിച്ച് 10 പ്രായപൂർത്തി എത്തിയിട്ട് നിസ്കരിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തില് നിന്റെ മാതിരി ഒരാളില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെ നിനക്ക് നിസ്കരിക്കാതിരുന്നിട്ടും അള്ളാഹു തആല ഭക്ഷണം മുടക്കിയില്ലല്ലോ മോനെ. ഇനി പറയുന്നത് എന്നെ നിന്നെ അള്ള കൈവിട്ടില്ലല്ലോ. നീ സുബഹിക്ക് ഉറങ്ങി രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു. നല്ല പശുനെയ്യ് പുരട്ടിയ 10-ലും തേങ്ങാപ്പാലിൽ മുക്കിയ 10-ലും നല്ല കറിയും ഓരോ നേരവും നിനക്ക് കിട്ടി. ഇതുവരെ എന്തെങ്കിലും നിനക്ക് മുടങ്ങിയോ? നീ അള്ളാനെ മറന്നപ്പോഴും അള്ള നിന്നെ മറന്നോ? ഇത് പറഞ്ഞിട്ട് പാത്തിത്താത്ത അത്രേ ഉള്ളൂ. നീണ്ട 2 മണിക്കൂർ വേഗമൊന്നും പറഞ്ഞിട്ടില്ല. പാത്തിത്താത്ത മെല്ലെ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുമ്പോ ജാബറിന്റെ കണ്ണിലും വെള്ളം വന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഇത്ര കരിങ്കല്ല് പോലെ കാരിരുമ്പ് പോലെ ഉറച്ച കൽബും അള്ളാന്ന് കേൾക്കുമ്പോ നിങ്ങൾ അറിയോ? അങ്ങനെ ഉണ്ട്. പടച്ച റബ്ബിന്റെ പേര് മാത്രം പറഞ്ഞിട്ട് എത്രയോ അവിശ്വാസികൾ ആ പേര് കേട്ടിട്ട് ഇപ്പൊ മിനിഞ്ഞ ഒരാഴ്ചയായിട്ടില്ല. നമ്മുടെ ആ പാട്ടുകാരനില്ലേ എന്നാ യൂസഫ് ഇംഗ്ലീഷിൽ പാടുന്നതിന്റെ പേര് യൂസഫ്. ആ ഇംഗ്ലീഷിൽ പാട്ട് പാടുന്ന സംഗീതം വെച്ച് പാട്ട് പാടുന്നതിൽ തന്നെയല്ലേ വേൾഡിൽ എവിടെയോ അമേരിക്കയിലോ മറ്റോ. ഓൻ അള്ളാന്ന് വിളിക്കുന്ന കേട്ടിട്ട് കേരളത്തില് നമ്മളിലേക്ക് വന്നു. ഈ സ്റ്റേജിൽ വിളിച്ചിട്ടല്ല പറയാൻ കഴിയും. അള്ളാന്ന് കേട്ടപ്പോ അങ്ങനെയുണ്ട്. ഈ ജാബിറിന്റെ കണ്ണ് നിറഞ്ഞു. പാത്തിത്താത്താന്റെ കണ്ണിന്റെ അടുത്തേക്ക് ചോദിച്ചു. ജാബിർ കരഞ്ഞുകൊണ്ടിരുന്നു. ഓന്റെ ഉള്ളിലേക്കൊരു നിലവിളി പോലെ അള്ളാന്റെ ഓർമ്മ കയറി വന്നു. ഒരു കൊള്ളിയാൻ മിന്നും പോലെ ഹൃദയത്തിൽ അള്ളാ എന്ന ജലാലത്തിന്റെ ഇസ്മ പ്രകാശിക്കാൻ തുടങ്ങി. പെങ്ങളെ കല്യാണത്തിന് നിന്നില്ല, വേഗം കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഓൻ പള്ളിയിൽ പോയിട്ട് കുറെ കലായ നിസ്കാരങ്ങൾ കൂട്ടാൻ തുടങ്ങി. ഉപ്പ ചോദിച്ചു, ജാബിർ എവിടെയെന്ന് കാണുന്നില്ല. ആരോ പറഞ്ഞു പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ജാബിർ പള്ളി പോകാനോ? നിങ്ങൾ എന്ത് പറയുന്നത്? കാണാത്തത് കൊണ്ട് ഇനി എവിടെയെങ്കിലും മുങ്ങിക്കളിഞ്ഞോ? വേറെ കള്ളുടിക്കൊന്നും ചെയ്യൂല, നിസ്കരിക്കില്ല എന്ന് മാത്രം. നോക്കുമ്പോ പള്ളിയിൽ നിസ്കരിച്ചു കൊടുക്കുക. അന്ന് തുടങ്ങിയ നിസ്കാരം കലാവ് വീട്ടി ഇപ്പോഴും അള്ളാ എന്ന് പറയുമ്പോൾ